സമൂഹത്തിൽ വലിയ തോതിൽ ആപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഡ്രഗ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇത് സമൂഹത്തിൽ നിന്നും തുരത്തുന്നതിനായുള്ള കാര്യക്ഷമമായ ഇടപെടൽ മറ്റേജൻസികളോടൊപ്പം പോലീസ് നടത്തി വരികയാണ്. ലഹരിമരുന്ന് ഉപയോഗം, വ്യാപനം ഇവയെല്ലാം തടയുന്നതിനായി ഓപ്പറേഷൻ ഡി ഹണ്ട് സംഘടിപ്പിച്ചിട്ടുണ്ട്. നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. ലഹരി കടത്ത്, വിപണനം തുടങ്ങിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ NDPS നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അതോടൊപ്പം സ്ഥിരം മയക്കുമരുന്ന് കേസുകളിൽ ഉൾപ്പെടുന്ന കുറ്റവാളികളെ PIT NDPS നിയമപ്രകാരം കരുതൽ തടങ്കലിൽ പാർപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ലഹരി മാഫിയകളെ അമർ ചെയ്യാനുള്ള ശക്തമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. ഇത്തരത്തിൽ PIT NDPS പ്രകാരം 586 പേർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. ഇത് പരിശോധിക്കുന്നതിനായി പ്രത്യേക വിഭാഗവും ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികളിൽ, സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം ഒഴിവാക്കുന്നതിനും ലഹരി വിരുദ്ധ അവബോധം സംഘടിപ്പിക്കുന്നതിനുമായി വിവിധ തരത്തിലുള്ള ഇടപെടലുകൾ നാം നടത്തുന്നുണ്ട്. പോലീസ് യോദ്ധാവ് എന്ന ഒരു പ്രത്യേക കർമ്മ പദ്ധതി ഇക്കാര്യത്തിൽ നടപ്പാക്കി വരികയാണ്. വിവിധ വകുപ്പുകളുമായി ചേർന്ന് സ്കൂളുകൾ, മറ്റ് ട്യൂഷൻ സെൻ്ററുകൾ, കുട്ടികൾ ഒത്തുചേരുന്ന പൊതുസ്ഥലങ്ങൾ ഇവയെല്ലാം കേന്ദ്രീകരിച്ച് നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ സ്കൂളുകൾക്ക് സമീപത്തായി പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളെ കർശനമായി നിരീക്ഷിക്കുന്നതിന് ഷാഡോ പോലീസിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സർ, പല കാരണങ്ങളാൽ വിദ്യാഭ്യാസം നിലച്ചു പോകുന്ന വിദ്യാർത്ഥികളുണ്ട്. ആ വിദ്യാർത്ഥികളിൽ ചിലർ ലഹരി മാഫിയയുടെ കൈകളിൽ അകപ്പെടാതെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനായി ഹോപ്പ് എന്നൊരു പദ്ധതി പോലീസ് നടത്തി വരുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാനുള്ള അവരുടെ പ്രവണത നിയന്ത്രിക്കുന്നതിനും സൈബർ ആക്രമണങ്ങളുടെ ഇരയായി മാറുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുമായി ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ കീഴിൽ എല്ലാ UP സ്കൂളുകളിലും പ്രത്യേക ക്ലബ്ബുകൾ രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്.